5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. അങ്ങനെ വീണ്ടും ഇറാൻ ഇസ്രായേൽ യുദ്ധം മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും അവർ മറ്റൊരു വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അതായത് സാധാരണയായി ചെയ്യുന്നത് സിവിലിയന്മാരെ ഉള്ള സ്ഥലങ്ങൾ നോക്കി അവിടെ അറ്റാക്ക് ചെയ്യും. പട്ടണങ്ങൾ, അതുപോലെ ഹോസ്റ്റലുകൾ, വിമാനത്താവളങ്ങൾ, അങ്ങനെ സിവിലിയന്മാർ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലങ്ങൾ നോക്കി അറ്റാക്ക് ചെയ്യും. എന്നിട്ട് എതിർ രാജ്യത്തിന് വേദന കൊടുക്കും. അങ്ങനെ ഒരു യുദ്ധതന്ത്രമാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ഇപ്പോൾ വേറൊരു സ്റ്റൈലിലേക്കും, ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കുമോ അതിൻ്റെ പ്രേരണ. ആണെങ്കിൽ അത് വെൽ ആൻഡ് ഗുഡ്, വളരെ സന്തോഷം. കാരണം സാധാരണ യുദ്ധത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരല്ല, ഞാനൊന്നും യുദ്ധത്തെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യും. പക്ഷെ വന്നു പോയാൽ അതിനൊരു നൈതികതയുണ്ട്, ഒരു രീതിശാസ്ത്രമുണ്ട്. സാധാരണ സിവിലിയന്മാരുടെ ഇടയിൽ അല്ല യുദ്ധം ചെയ്യേണ്ടത്. അത് സൈന്യവും തമ്മിൽ നടക്കട്ടെ, അല്ലെങ്കിൽ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ നടക്കട്ടെ, ആണവ കേന്ദ്രങ്ങൾ നടക്കട്ടെ, ഭീകരവാദ കേന്ദ്രങ്ങൾ നടക്കട്ടെ. ഇന്ത്യ തന്നെ പാകിസ്ഥാനിൽ ചെയ്ത് അങ്ങനെയാണല്ലോ. പക്ഷേ ഇതിപ്പോൾ ചരിത്രത്തിലാദ്യമായി മറ്റൊരു കാര്യം നടന്നിരിക്കുന്നു. ടെൽ അവീവിലെ ആളുകളോട് മാറിപ്പോകാൻ ഇറാൻ പറഞ്ഞിരിക്കുന്നു. ടെൽ അവീവിനെ ഞങ്ങൾ നശിപ്പിക്കും, ഇസ്രായേലിലെ ടെൽ അവീവിനെ ഞങ്ങൾ ബോംബിട്ട് തകർക്കും, അല്ലെങ്കിൽ മിസൈൽ അയക്കും, അവിടുത്തെ ആളുകളോട് മാറിപ്പോകാൻ പറയുന്നു. അതിന് പകരമായി ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ആളുകളെയെല്ലാം മാറിപ്പോകാൻ, ഇന്ത്യക്കാരെ ഉൾപ്പെടെ മാറിപ്പോകാൻ പറയുന്നു. അപ്പോൾ ഇന്ത്യൻ എംബസി അവിടെ പ്രവർത്തിച്ചു തുടങ്ങി. അവിടുത്തെ വിദ്യാർത്ഥികളെ മുഴുവൻ അർമേനിയയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെഹ്റാനിലെ വിദ്യാർത്ഥികളെ അർമേനിയയിലേക്ക് മാറ്റുന്നു, ആളുകളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നഗരങ്ങളും സ്ഥാവര ജംഗമ വസ്തുക്കൾക്ക് മാത്രമേ നാശമുണ്ടാവുകയുള്ളൂ. അതൊരു വേറൊരു പ്രഹരമാണ്, വേറൊരു യുദ്ധമാണ്. അല്ലാതെ മനുഷ്യന്റെ ജീവനുകൾക്ക് നഷ്ടം വരാൻ സാധ്യതയില്ല. അപ്പോൾ ആ തരത്തിൽ യുദ്ധത്തിന്റെ മറ്റൊരു നൈതികതയിലേക്ക് പോകും. യുദ്ധമെന്ന് പറയുന്നത് തന്നെ നൈതികത ഇല്ലാത്തതാണ്, നീതിശാസ്ത്രം ഇല്ലാത്തതാണ്. യുദ്ധം ഒരിക്കലും ഒരു നൈതികതയുമില്ല. യുദ്ധത്തിന്റെ ശാസ്ത്രം മാത്രമേ ഉള്ളൂ. വെട്ടിപ്പിടിക്കലിന്റെയും കൊള്ളയുടെയും കൊലയുടെയും മരണത്തിന്റെയും കൊലപാതകത്തിന്റെയും കഥയെ യുദ്ധത്തിനുള്ളൂ. പക്ഷെ എന്നാൽ പോലും ചില നൈതികതകൾ, അല്ലെങ്കിൽ ചില രീതിശാസ്ത്രങ്ങൾ, ചില ഇക്വേഷനുകൾ നമുക്ക് അംഗീകരിച്ചു പോകേണ്ടി വരും. അങ്ങനെ അർമേനിയയിലേക്ക് കുട്ടികളെ മാറ്റുന്നുണ്ട്. അവിടെ ഇന്ത്യൻ എംബസി മുൻകൈ എടുത്തിട്ടാണ്. സ്വാഭാവികമായിട്ട് ഇന്നലെ രാത്രി ഇതൊക്കെ ആക്രമിക്കുമെന്നാണ്, രണ്ട് രാജ്യവും പരസ്പരം ആക്രമിക്കുമെന്നാണ് പറഞ്ഞത്. നടന്നിട്ടില്ല. രാത്രികളിലാണ് അവർ കൂടുതൽ ആക്രമണം അഴിച്ചുവിടുന്നത്. കാരണം ജനങ്ങൾക്ക് പലായനം ചെയ്ത് പോകാനൊക്കെ ഉള്ള സമയമൊക്കെ കൊടുക്കാതെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നിട്ട് ഇത്തരത്തിലൊരു പുതിയ തീരുമാനം വന്നിരിക്കുന്നു. അവരോട് അവിടെ വിട്ടുപോകാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മറ്റു രാജ്യങ്ങളുടെ നിന്ന് ധാരാളം ആളുകൾ, ഇപ്പം നമ്മുടെ രാജ്യത്തു നിന്നൊക്കെ 10-25 ലക്ഷം ആളുകളാണ് ഈ പറയുന്ന രണ്ട് രാജ്യങ്ങളിലും ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആളുകൾക്ക് കുഴപ്പം വന്നാൽ നമ്മൾ വെറുതെ ഇരിക്കത്തില്ല. നമ്മൾ രാജ്യത്തിനെതിരെ തിരിയും. ആ രാജ്യത്തിനെതിരെ നമ്മൾ തിരിയും. നമ്മളെ ആളുകളെ കൊന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് ഫോണിൽ മിസൈൽ വീണാൽ നമ്മൾ വിടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കാം ഭരണാധികാരികൾ പുതിയ തീരുമാനമെടുത്തിരിക്കുന്നു. ആളുകൾ ഒഴിഞ്ഞു പോകണം. നമ്മൾ എന്തായാലും വളരെ യുക്തിപൂർവമായ പ്രവർത്തനങ്ങളാണ് ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്നത്. അർമേനിയയിലേക്ക് വിദ്യാർത്ഥികളെ മാറ്റുന്നു. മറ്റ് രാജ്യങ്ങളിലേക്ക് മാറാൻ താല്പര്യമുള്ള എല്ലാ സിവിലിയനെയും വിവിധ രാജ്യങ്ങളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ അടിക്കട്ടെ. നമ്മൾ അതിനകത്ത് എത്ര കാലം കൊണ്ട് 48 മുതൽ പറയുന്നതാണ്. നാളിതുവരെ അവർ രണ്ട് കൂട്ടരും പറഞ്ഞാൽ കേൾക്കാത്ത രീതിയിൽ ആണവ സമ്പുഷ്ടീകരണം നടത്തുക, യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുക, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക, ആണവായുധ കരാറിൽ ഒപ്പിടുക, എന്നിട്ട് അവർ രഹസ്യമാക്കി വയ്ക്കുക. അങ്ങനെ രണ്ട് മതങ്ങളെയും കൂടി കയ്യിലെടുത്തുകൊണ്ട് അവർക്ക് തോന്നുന്ന എല്ലാ തോന്നിയവാസവും അവർ കാണിക്കുകയാണ്. പക്ഷെ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ആളുകളെ രക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ട്. അത് വളരെ ശുഭകരമാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക്, ഇന്ത്യയിലുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് അർമേനിയയിലൊക്കെ മാറ്റി സുരക്ഷിതമായ രാജ്യങ്ങളെ മാറ്റിയില്ലെങ്കിൽ വലിയ സങ്കടം തോന്നും. ജോലിക്ക് പോയവരുണ്ട്, പഠിക്കാൻ പോയവരുണ്ട്, ടൂറിന് പോയവരുണ്ട്, പല രൂപത്തിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വലിയൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അർമേനിയയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ മാറ്റുകയാണ്. മറ്റ് രാജ്യങ്ങൾ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് വളരെ ഗൗരവമായ ആളുകളെ മാറ്റുന്നു. അതുപോലെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ താല്പര്യമുള്ളവരെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ആ രീതിയിൽ എന്തായാലും ഇന്ത്യ ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് യുദ്ധം വരില്ല എന്നതിനെ സമാധാനിക്കാം. ടെഹ്റാനിലും ടെൽ അവീവിലുമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേലും ഇറാൻ ചെയ്യുന്ന ഈ ദുഷ്ടപ്പണികൾ നിൽക്കുമെന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. അപ്പോഴും നമ്മുടെ ഉൾപ്പെടെയുള്ള ആൾനാശമില്ലാതിരിക്കാനുള്ള നാം ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ വളരെ പ്രോത്സാഹനജനകമാണ്, അഭിനന്ദനാർഹമാണ്. എന്തായാലും നമ്മുടെ ആളുകളെ, നമ്മുടെ കുട്ടികളെ നമ്മൾ അർമേനിയയിലേക്ക് മാറ്റി കഴിഞ്ഞു. ബാക്കിയുള്ള ആളുകളെ വിവിധ രാജ്യങ്ങളിലേക്ക് മാറ്റുവാനുള്ള നയതന്ത്രപരമായ പ്രവർത്തനങ്ങൾ അംബാസഡർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നു. അത് അത്രയും നന്ന്. നമുക്ക് എന്തായാലും ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. നമ്മുടെ നാട്ടിലെ ഓരോ ജീവനുകളെയും രക്ഷിക്കുവാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെന്റിനുണ്ട്, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. അവർ അത് ഭംഗിയായി നിർവഹിക്കുമെന്ന് തോന്നുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള ആളുകളെ മാറ്റിക്കൊണ്ടു പോകുന്നത്. തീർച്ചയായിട്ടും അർമേനിയയിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നത് ഒരു ശുഭ സൂചകമാണ്. ടെൽ അവീവിലും
ടെഹ്റാനിലും അവർ എന്തോ ചെയ്തുകൊള്ളട്ടെ, അവർ ബോംബിടുകയോ മിസൈൽ അയക്കുകയോ ഡ്രോൺ അയക്കുകയോ അവർക്കിഷ്ടമുള്ളത് ചെയ്യട്ടെ, നമ്മൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ ആളുകളെ രക്ഷിക്കുന്നതിൽ നമ്മൾ ജാഗ്രത കാണിക്കുന്നു. അത്രയും നന്ന്.